റംസാൻ സന്ദേശം ശ്രീ MP ഫൈസൽ ആശ്രാം, എറണാകുളം ഗ്രാൻഡ് മസ്ജിദ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ അധ്യക്ഷനില്ലാത്തതുകൊണ്ട് അദൃശ്യനായ പ്രിയപ്പെട്ട അധ്യക്ഷൻ, മുന്നിലിരിക്കുന്ന ഏറെ വിശിഷ്ടരായ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ റമളാൻ മാസത്തിലാണ് നമ്മളുള്ളത്. റംസാൻ എന്ന് സഹോദര സമുദായങ്ങൾ വിളിക്കുന്ന, റമളാൻ എന്ന് അറബിയിൽ ഉച്ചരിക്കപ്പെടുന്ന വ്രതം നിശ്ചയിക്കപ്പെട്ട മാസം. ലോകത്ത് 170 കോടിയോളം വരുന്ന ജനസംഖ്യയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന മുസ്ലിം സമൂഹം വ്രതമെടുക്കുന്ന, നോമ്പെടുക്കുന്ന കാലമാണ് റമളാൻ എന്ന ഈ മാസം. വ്രതം എന്നത് ഏതെങ്കിലും ഒരു സമൂഹം മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന ഒന്നല്ല. ലോകത്തെ എല്ലാ സമൂഹങ്ങളിലും വ്രതമുണ്ട്. വ്രതം ഒരു ത്യാഗമാണ്. നമ്മളതിന് നോമ്പ് എന്ന് പറയാറുണ്ട്. നോമ്പ് എന്ന് പറയുന്നത് 2 വാക്ക് ചേർന്നതാണ്. നൊയ്, അമ്പ്. സംസ്കൃതത്തിൽ നിന്ന് വന്ന് പിന്നെ കന്നഡ, തമിഴ്, മലയാളം തുടങ്ങിയ ദ്രാവിഡ ഭാഷകളിലേക്ക് ലോപിച്ചു വന്ന് നൊയമ്പ്, അതാണ് പിന്നെ നോമ്പായത്. നൊയ് എന്ന് പറഞ്ഞാൽ ത്യാഗം എന്നർത്ഥം. അമ്പ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം, അമ്പവൻ, ഇഷ്ടപ്പെട്ടവൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ നൊയമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നോമ്പ് എന്ന് പറഞ്ഞാൽ ഇഷ്ടത്തോടുകൂടി ത്യാഗത്തിൽ ഏർപ്പെടുക, സ്വയം സന്നദ്ധനായി ത്യാഗത്തിന് ഏർപ്പെടുന്നത് കൊണ്ടാണ് ഇതിന് നോമ്പ് എന്ന് വിളിക്കപ്പെടുന്നത്. ഉപവാസം എന്നും ഇതിന് വിളിക്കുന്നു. ഉപ എന്ന വാക്കിന്റെ അർത്ഥം കൂടെ എന്നാണ്. വാസം, വസിക്കുക, അഥവാ ദൈവത്തിന്റെ കൂടെ വസിക്കുക, ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈശ്വര സാന്നിധ്യത്തിൽ ജീവിക്കുക എന്നതുകൊണ്ടാണ് ഈ വ്രതത്തെ അല്ലെങ്കിൽ നോമ്പിനെ ഉപവാസം എന്നുകൂടി നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ ചാരത്ത് എപ്പോഴും ഉള്ളവനും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകേണ്ടവനുമാണ് ദൈവം. ദൈവബോധം, ഈശ്വരീയ സാന്നിധ്യം. ആ ബോധമുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറാകട്ടെ, നിങ്ങളൊരു അഡ്വക്കേറ്റ് ആകട്ടെ, ഒരു എഞ്ചിനീയർ ആകട്ടെ, ഒരു പൊളിറ്റീഷ്യനാകട്ടെ, ഒരു മാധ്യമ പ്രവർത്തകനാകട്ടെ, എനിക്ക് മേൽ ഒരു ശക്തിയുണ്ട്, എന്നെ സൃഷ്ടിച്ച, എന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു സ്രഷ്ടാവ്. ആ സ്രഷ്ടാവിന്റെ ദൃഷ്ടിയിലാണ് എന്റെ ജീവിതം എന്ന ബോധം. ആ ബോധത്തോടുകൂടി സവിശേഷമായി ഒരാൾ വ്രതം എടുക്കുക എന്നതാണ് ഈ മാസത്തിൽ സംഭവിക്കുന്നത്. എല്ലാ മതസമൂഹങ്ങൾക്കും വ്രതമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഈ വ്രതത്തിന്റെ മൗലിക ലക്ഷ്യം എന്ന് പറയുന്നത് ദേഹേച്ഛകളെ നിയന്ത്രിക്കുക എന്നതാണ്. ദേഹേച്ഛകൾ, ഇന്ദ്രിയ സുഖങ്ങൾ. ഒരുപക്ഷെ മനുഷ്യൻ മൂല്യമുള്ളവനാകുന്നത് അവൻ ദേഹേച്ഛകളെ നിയന്ത്രിക്കാൻ ശീലിക്കുമ്പോൾ മാത്രമാണ്. നിയന്ത്രണം എന്ന വാക്കുപോലും ലോകത്ത് ഏതെങ്കിലും ഒരു ജീവിക്ക് ഉണ്ടെങ്കിൽ അത് മനുഷ്യന് മാത്രമാണ്. കൺട്രോൾ. ജീവിതത്തിൽ ഒരു നിയന്ത്രണവും എനിക്കില്ല. നിയമങ്ങളും നിയന്ത്രണങ്ങളും ഭരണഘടനയും ഏതെങ്കിലും ഒരു സൃഷ്ടിക്കുണ്ടെങ്കിൽ അത് മനുഷ്യനേയുള്ളൂ. മനുഷ്യനല്ലാത്ത ഏതെങ്കിലും ഒരു ജീവിക്ക് ഭരണഘടനയുണ്ടോ? നിയമമുണ്ടോ? ഇല്ല. നിയമങ്ങളൊക്കെയും നിയന്ത്രണങ്ങളാണ്. മദ്യപിച്ച് വാഹനം ഓടിക്കരുത്, അതൊരു നിയന്ത്രണമാണ്. മദ്യപിക്കരുത്, അത് മറ്റൊരു നിയന്ത്രണമാണ്. നിയന്ത്രണങ്ങളാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ഈ നിയന്ത്രണങ്ങളില്ലെങ്കിൽ
മനുഷ്യൻ മൃഗമാകും എന്നല്ല, മൃഗത്തേക്കാൾ അധപ്പതിച്ചവനായി അവൻ മാറും. ഒരു മൃഗം സമൂഹത്തിന് ഏൽപ്പിക്കുന്ന, ഭൂമിക്ക് ഏൽപ്പിക്കുന്ന പരിക്കിന് ഒരു പരിധിയുണ്ട്. പക്ഷെ മനുഷ്യൻ അതല്ല. മനുഷ്യക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലഖദ് ഖലഖനൽ ഇൻസാന അഹ്സൻ, ഏറ്റവും ഉത്കൃഷ്ടനായി നാം അവനെ സൃഷ്ടിച്ചു. ഉടനെ പറഞ്ഞു സുമ്മ റദദനാഹു അസ്ഫല സാഫിലീൻ, എന്നാൽ താന്നാൽ മോശമായാൽ ഏറ്റവും മോശവും അവനാണ്. നന്നായാൽ ഏറ്റവും നല്ലതവൻ, മാലാഖമാരേക്കാൾ വിശുദ്ധൻ. പക്ഷെ മോശമായാൽ അവനേക്കാൾ മോശപ്പെട്ടത് ഈ സൃഷ്ടികളിൽ മറ്റാരുമില്ല. അപ്പൊ ഈ താന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറാതിരിക്കണമെങ്കിൽ അവൻ ജീവിതത്തിൽ ചില വാല്യൂസ്, ആ വാല്യൂസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആത്മനിയന്ത്രണമാണ്. മനുഷ്യൻ ദേഹവും ദേഹിയും ചേർന്ന, ആത്മാവും ശരീരവും ചേർന്നതാണ്. ശരീരത്തെ നമ്മൾ ജഡികേച്ഛകൾ, ശരീരത്തിന്റെ ഇഷ്ടങ്ങൾ, ദേഹേച്ഛകളെ ജഡികേച്ഛകൾ എന്ന് വിളിക്കും. ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, ദേഹേച്ഛകളെ നിയന്ത്രിക്കുക, എല്ലാ മനുഷ്യന്റെ ഈ വിജയത്തിന്റെ അടിസ്ഥാനം അതാ. കുരുക്ഷേത്ര ഭൂമിയിൽ അർജുനനോട് ശ്രീകൃഷ്ണൻ ഓതിക്കൊടുക്കുന്ന ഗീതയുണ്ടല്ലോ, ഭഗവത്ഗീത, ഭഗവാന്റെ ഗീത. അർജുനനോട് കൃഷ്ണൻ പറയുന്നത്, മെരുങ്ങാത്ത കുതിര തേരിനെയും തേരാളിയെയും നശിപ്പിക്കുന്നത് പോലെ മെരുങ്ങാത്ത ശരീരം മനുഷ്യന്റെ ആത്മാവിനെ നശിപ്പിക്കും. ജീവികളിൽ ഏറ്റവും പവർഫുൾ കുതിരയാണ്. ഇന്ന് നമ്മൾ യന്ത്രങ്ങൾക്ക് വരെ ഹോഴ്സ് പവർ എന്നാ പറയാ. കുതിര മെരുങ്ങണം. മെരുങ്ങേണ്ട ഏറ്റവും വലിയ ജീവി കുതിരയാണ്. ഈ മെരുങ്ങാത്ത കുതിര ഒരു തേരിന്റെ മുമ്പിൽ കൊണ്ടുപോയി പിടിപ്പിച്ചാൽ, അതിനെ ഘടിപ്പിച്ചാൽ, ആ കുതിരയാണ് തേര് തെളിക്കുന്നതെങ്കിൽ, മെരുങ്ങാത്ത കുതിര തേരിനെയും തേരാളിയെയും നശിപ്പിക്കുന്നത് പോലെ മെരുങ്ങാത്ത ശരീരം ആത്മാവിനെ നശിപ്പിക്കും. അതുകൊണ്ട് അർജുന, നിന്റെ തേരാളി ഞാനാവുകയാണ്. ഞാൻ കൗരവർക്ക് വാക്കുകൊടുത്ത് യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കില്ലെന്ന്, പക്ഷേ നിന്റെ തേരാളിയാകാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് പറയുന്നൊരു വാക്കുണ്ട്, ഇന്ദ്രിയാണേണ തത്സർവം സ്വർഗ നരകാവുഭൗ നിഗ്രഹീണ വിശിഷ്ടാനി സ്വർഗ നരകായച്ച. അർജുന, ഇന്ദ്രിയ സുഖങ്ങളാണ് മനുഷ്യന്റെ പ്രശ്നം. ദേഹേച്ഛകളുടെ സുഖമാണ് മനുഷ്യന്റെ പ്രശ്നക്കാരനും അവനെ നികിഷ്ടനുമാക്കുന്നത്. അതുകൊണ്ട് ദേഹേച്ഛകളെ, ഇന്ദ്രിയ സുഖങ്ങളെ നിയന്ത്രിക്കാൻ, നിഗ്രഹിക്കാൻ നിനക്ക് കഴിഞ്ഞാൽ സ്വർഗ നരകായച്ച, നിന്റെ സ്വർഗവും നരകവും അതിനാശ്രയിച്ച് നിൽക്കുന്നു. നിന്റെ സ്വർഗവും നിന്റെ നരകവും ഇതിനെ നിയന്ത്രിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുകയാണ്. അപ്പൊ നിയന്ത്രിക്കാൻ പറ്റുമോ എന്നതാണ്. ഖുർആൻ നിയന്ത്രണത്തെ പറ്റി പറയുന്നത് ഭക്ഷണത്തെ മാത്രമല്ല, കോപം ഉൾപ്പെടെയുള്ള, ലൈംഗിക വികാരം ഉൾപ്പെടെയുള്ള എല്ലാത്തിനെയും ലിബറലിസം എന്ന, എന്തുമാകാം, മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ബോഡി എന്റെ ചോയ്സാണ്, മൈ ഹാപ്പിനെസ്, എന്റെ സന്തോഷം, എന്റെ ഇഷ്ടം, അത് ആരും ചോദ്യം ചെയ്യരുത്. മാതാപിതാക്കളെ മാപ്പ്, വഴിതെറ്റാനുമുണ്ട് അവകാശം. ഇതാണല്ലോ പുതിയ ചൊല്ല്. മാതാപിതാക്കളോട് മാപ്പ് ചോദിക്കുകയാണ്. മാതാപിതാക്കളെ മാപ്പ്, വഴിതെറ്റാനുമുണ്ട് അവകാശം. വഴിതെറ്റാൻ അവകാശമുണ്ടെന്ന് പറഞ്ഞ് മാതാപിതാക്കളോട് മാപ്പ് ചോദിച്ച് ലിബറലിസത്തിന്റെ, അതിസ്വതന്ത്രവാദത്തിന്റെ ലോകത്തേക്ക് കടക്കുന്ന ഒരു തലമുറയുടെ മുമ്പിൽ മതങ്ങൾ പഠിപ്പിക്കുന്ന നിയന്ത്രണം എന്ന് പറയുന്ന ഒരു മൂല്യം, ആ മൂല്യമാണ് വ്രതങ്ങൾ സമ്മാനിക്കുന്നത്. ഏത് വ്രതവും ഞാൻ അവസാനിപ്പിക്കുന്നു. നോമ്പ് മുറിക്കാനുള്ള സമയമായി. നോമ്പ് കാലത്ത് പ്രഭാതം മുതൽ പ്രദോഷം വരെ മുസ്ലിം സഹോദരങ്ങളുടെ നോമ്പ് നിങ്ങൾക്കറിയാം, ഏതെങ്കിലും പദാർത്ഥം ഉപേക്ഷിക്കുക എന്നതല്ല, എല്ലാം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്, ഒരു സമയം വരെ. അപ്പൊ ഈ ഉച്ചയാകുമ്പോൾ നല്ല വിശപ്പും ദാഹവും ഒക്കെയാണ്, പ്രത്യേകിച്ച് ഈ മീനച്ചൂടിൽ. അങ്ങനെ ഈ സമയത്ത് ദാഹിക്കും, വിശക്കും. ദാഹവും വിശപ്പും ശരീരത്തിന്റെ മെസ്സേജാണ് ഭക്ഷണം എത്തിക്കാനുള്ള. ആമാശയം വിശപ്പിലൂടെ ഭക്ഷണം എത്തിക്കാൻ പറയുന്നു, തൊണ്ട ദാഹത്തിലൂടെ വെള്ളം എത്തിക്കാൻ പറയുമ്പോൾ ആത്മാവ് പറയണ, ഇല്ല, അടങ്ങ്, സമയമായിട്ടില്ല, പറയുമ്പോൾ കുടിച്ചാൽ മതി, അടങ്ങ് നീ. തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ
പൊറോട്ടയ്ക്ക് ചൂട് കുറഞ്ഞതിന്റെ പേരിൽ ഒരു തട്ടുകട തല്ലി തകർത്ത് ആ തട്ടുകടയുടെ ഉടമയെ കുത്തിക്കൊന്നു മലയാളി. പൊറോട്ടയ്ക്ക് ചൂട് കുറഞ്ഞു. ഒന്നൊരു ഭക്ഷണത്തിന്റെ കേസിൽ പോലും ഒന്ന് സ്വാധീനിക്കാൻ നിയന്ത്രിക്കാൻ കഴിയാതെ ചില ചാറ് കിട്ടാത്തതിന്റെ പേരിൽ കോഴിക്കോട് സമാന സംഭവം. ഇവിടെയാണ് മനുഷ്യൻ വ്രതത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. എൻ്റെ മുന്നിലിരിക്കുന്നവർ കേരളത്തിന്റെ ഒരു വലിയ പരിച്ഛേദമാണ്. കേരളത്തിന്റെ മീഡിയ പ്രവർത്തകരാണ്. തീർച്ചയായും കേരളം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഇത്തരം ഇഫ്താറുകൾ. ഈ ഇഫ്താറിന് എന്നെ ക്ഷണിക്കുകയും നിങ്ങൾക്ക് മുമ്പിൽ നോമ്പിന്റെ മൗലികമായ ലക്ഷ്യത്തെ സംബന്ധിച്ച് സംസാരിക്കാൻ അവസരം നൽകുകയും ചെയ്തു. തീർച്ചയായും നമ്മുടെ നാട് നേടേണ്ടുന്ന ഒരു സാഹോദര്യത്തിന്റെ ഒരു വലിയ മെസ്സേജ് കൂടി ഈ കൂട്ടായ്മയിലുണ്ട്. അതിനെല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, എറണാകുളം ഗ്രാൻഡ് മസ്ജിദ് ഇമാം ശ്രീ MP ഫൈസൽ അസാരിയുടെ റംസാൻ സന്ദേശമാണ് നമ്മൾ കേട്ടത്. ഇനി നോമ്പ് തുറയ്ക്കായി സീറ്റുകളിലേക്ക് എല്ലാവരും തയ്യാറാവുക.